ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 2 ദിവസം കൊണ്ട് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വീഡിയോസൊക്കെ എടുക്കാൻ. ഒരു 2-3 ദിവസം എനിക്ക് ഭയങ്കര മൂടിയൊക്കെ ആയിരുന്നു. ഒന്നാമത് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൈറോയ്ഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂഡ് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരും, അത് വേറെ കാര്യം. പിന്നെ എനിക്ക് ആ ഒരു കമൻറ്റും കൂടെ ആയി കഴിയുമ്പം വീഡിയോ എടുക്കാനുള്ള ഇൻട്രസ്റ്റേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇന്നലെ തൊട്ട് എന്തോ എനിക്ക് വീഡിയോസ് എടുക്കണം, ഞാനിങ്ങനെ എടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. ഈ ഒരു തോന്നലെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ മാത്രമല്ല, പക്ഷേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മെസ്സേജിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷമം വരുമല്ലോ. അപ്പോൾ നമ്മളെന്തായാലും മനുഷ്യന്മാരാണ്, നമുക്ക് എന്തായാലും ദുഃഖവും എല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്, സന്തോഷം എല്ലാം വരും. പക്ഷേ എന്നാൽ പോലും നമുക്ക് അങ്ങനെ കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കാൻ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഡിലേ ആയി പോകുന്നതാണ്. പിന്നെ മാത്രമല്ല, മൂഡ് ചേഞ്ച് ആകുമ്പം എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം സങ്കടം വരും, ചിലപ്പം ഒന്നും ചെയ്യാനോ ഒന്നും തോന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ്. ചിലപ്പം ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം എന്താ പറയുക പതുക്കെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുത്ത് കാണിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. കാരണം എടുക്കാനും അതിന് വോയിസ് കൊടുക്കാനും ചിലപ്പോൾ ഒന്നിനും എനിക്ക് മൂഡുണ്ടാവില്ല. അപ്പോൾ പിന്നെ വെറുതെ എടുത്തിട്ട് കാര്യമില്ലോണ്ട് ഞാൻ എടുക്കാൻ ശ്രമിക്കാറില്ല. അപ്പോൾ അന്ന് രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലോക്കി കറി ആട്ടോ ഉണ്ടാക്കുന്നത്. ലോക്കി കറി ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ലോക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പച്ചക്കറി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് കുമ്പളങ്ങയല്ല, അതുപോലെ വെള്ളരിക്കയല്ല, അങ്ങനത്തെയൊക്കെ ഒരു പച്ചക്കറി ആട്ടോ. അതേപോലെ ആയിരിക്കും ഉണ്ടാവുക. കാണാനേ നീളത്തിലായിരിക്കും. കുമ്പളങ്ങയെ പോലെ എന്താ പറയുക, നല്ല പൊന്തനായിട്ടൊന്നും ഇരിക്കില്ല, നല്ല നീളത്തിൽ വെള്ളരിക്കയൊക്കെ പോലെ നീളത്തിലാണ്. പക്ഷേ കുമ്പളങ്ങയുടെ ആ ഒരു പുറന്തോലൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ആയിരിക്കും കേട്ടോ അത് കാണാൻ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം വലിയൊരു ലോക്കിയാനായിട്ട് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇഷ്ടം പോലെ ലോക്കി ഉണ്ടായിരുന്നു. ഞാനത് മുഴുവനും എടുത്ത് വെക്കുന്നുണ്ട് എന്തായാലും. കാരണം പകുതി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായാലും വേസ്റ്റ് ആയി പോകും. കാരണം നമുക്കിത് എന്തായാലും വൈകിട്ട് വരെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പണി കഴിഞ്ഞില്ലേ, വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ എല്ലാം നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് കടുകൊന്നും ആഡ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട്, കായപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി, കാരണം ഇതിനെന്തായാലും ഗ്യാസൊന്നും ഉണ്ടാവില്ല. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ലോക്കിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് അടച്ച് വെച്ച് വേവിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ അതിന് വെള്ളമൊക്കെ പൊട്ടി എന്താ പറയുക തന്നെ അങ്ങോട്ട് ഇരുന്ന് വെന്തോളും. കുറച്ച് സ്ലിം ആക്കിയിട്ട് തീ വെച്ചാൽ മതി. അപ്പോൾ തന്നെ ഇരുന്നായിക്കോളും. നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ഒന്നും ചെയ്യേണ്ടി വരില്ല കേട്ടോ. ആദ്യം ഒരു തവണ എന്തായാലും ഇളക്കി കൊടുക്കേണ്ടി വരും, കാരണം ആ ഒരു മസാലയൊക്കെ ഈ ഒരു ലോക്കിക്കകത്ത് പിടിക്കാനും വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അതുപോലെ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം, അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അത് മാത്രമല്ല, അത് പെട്ടെന്നാവുന്നൊരു സബ്ജിയും കൂടെയാണ്. അപ്പോൾ ഇത് ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കറിക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേഗം ചായക്കും കൂടെ വയ്ക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏട്ടനും മോനൊക്കെ എണീക്കാറാവുന്ന ആ ഒരു സമയത്ത് ചായ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്ര നേരം ചായ വയ്ക്കാണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അവർ എണീത്താനുള്ള സമയമായി. മോന് സ്കൂളിൽ പോകണം, ഏട്ടന് ഓഫീസിൽ പോകണം. അപ്പോൾ ഞാൻ വേഗം ചായക്കുള്ളതും കൂടെ സെറ്റാക്കുന്നുണ്ട്. എന്നിട്ട് സൈഡിൽ ഞാൻ ചോറിനും കൂടെ വെള്ളം വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവിടെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്നൊന്ന് ചൂടോടുകൂടി കുടിച്ചാൽ മാത്രം മതി. അപ്പോൾ എനിക്കിങ്ങനെ ചൂടോടുകൂടി കുടിക്കാനാട്ടോ ഇഷ്ടം. ഏട്ടനും ആണെങ്കിലും ഇങ്ങനെ ചൂടോടുകൂടി കുടിക്കാനാണ് ഇഷ്ടം. പക്ഷെ ചിലർക്കൊന്നും അങ്ങനെയല്ല കേട്ടോ. ചിലർ നല്ലപോലെ തണുത്ത ആറിയതിന് ശേഷം മാത്രമേ ചായ കുടിക്കുന്നതൊക്കെ കാണാറില്ലേ. ഞാൻ അങ്ങനെ 1-2 പേരെ കണ്ടിട്ടുണ്ട് കേട്ടോ. ചിലർക്ക് ചൂട് ഇഷ്ടമല്ല, ചായയുടെ ചൂട് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ചൂടോടുകൂടി കുടിച്ചാൽ മാത്രമേ എനിക്ക് തലവേദനയൊന്നും വരാതിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചായ കുടിക്കും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസത്തിൽ 2 തവണ ഞാൻ രാവിലെ അതുപോലെ വൈകിട്ടുമായിട്ട് ദിവസേന ഞാൻ കുടിക്കാറുണ്ട്. ചായ കൂടി കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചതായിരുന്നു കേട്ടോ. ഒരിക്കൽ നിർത്തിയതുമായിരുന്നു. ഞാൻ നാട്ടിൽ പോയ സമയത്ത് നിർത്തിയതായിരുന്നു കേട്ടോ. പക്ഷേ എന്താ ചെയ്യുക, ഏട്ടൻ പിന്നെ നാട്ടിൽ നിന്ന് തന്നെ തിരിച്ച് വിളിക്കാൻ വന്ന സമയത്ത് പിന്നെ എന്തായാലും ഞാൻ ഏട്ടന് ചായ വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ചായ വെച്ച് കൊടുത്ത് പിന്നെ ഞാൻ വീണ്ടും കുടിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം. പിന്നെ ഞാൻ വേഗം കറിയൊക്കെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് ചോറിനും കൂടെ അരി കഴുകിയിടുവാണെങ്കിൽ പെട്ടെന്ന് ചോറിനും കൂടെ ഉള്ളത് കഴുകിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഇൻഡക്ഷനിൽ വെക്കുമ്പോൾ തന്നെ ഇരുന്ന് ആ ഒരു അരമണിക്കൂർ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇരുന്ന് അങ്ങോട്ട് തിളച്ച് തന്നെ ആയിക്കോളും. നമ്മളിങ്ങനെ ഇളക്കേണ്ട ആവശ്യമൊന്നും വരാറില്ല കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞ് അത് ഓഫ് ആവുന്ന സമയത്ത് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഓണാക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ചോറ് റെഡിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് പെട്ടെന്നൊന്ന് കഴുകിയെടുക്കണം. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരി കേട്ടോ, കേരള സ്റ്റോറിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ ഇത് മട്ടേരി കേട്ടോ, നല്ലതാണ് മട്ടേരി. പക്ഷേ ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കളറൊക്കെ അടിക്കുന്നതുകൊണ്ട് ഒന്ന് ലാസ്റ്റത്തെ ഒരു കഴുകലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് എടുക്കുവാണെങ്കിൽ നല്ലതാട്ടോ.
അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയും വിഷം നമ്മുടെ വയറ്റിക്കല്ലേ പോവുക, കുഞ്ഞുങ്ങൾക്കും എല്ലാം കൊടുക്കുന്നതല്ലേ വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ കൂട്ടി വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് ലാസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലും കൂടെ കഴുകിയെടുത്തതിന് ശേഷം കേട്ടോ പിന്നെ 1-2 തവണയും കൂടെ ഞാൻ പച്ചവെള്ളത്തിൽ കഴുകും. ഒരു 5-6 തവണയെങ്കിലും ഞാൻ ഈ ഒരു അരി കഴുകിയതിന് ശേഷമായിരിക്കും കേട്ടോ അധികവും ചോറ് വയ്ക്കാൻ തുടങ്ങുക. അപ്പോൾ ദാ ഞാൻ പുറത്ത് പോയപ്പോൾ സ്കൂൾ വണ്ടിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സമയം 7 മണിയായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വണ്ടി വരുന്നത് 7 മണിക്കാണ്. ഇത് KVത്തെ സ്കൂൾ ബസ്സാണ്. അപ്പോൾ ദാ കുട്ടികളൊക്കെ പോകുന്നുണ്ട്. ഇത്രയും ദിവസം KVത്തെ സ്കൂൾ ബസ് നമ്മുടെ ക്യാമ്പിനകത്തൊന്നും കയറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ദാ KVത്തെ വണ്ടിയൊക്കെ നമ്മുടെ എന്താ പറയുക ക്വാർട്ടേഴ്സിൻ്റെ അവിടം വരെയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക അവിടെ LKG UKG ഒന്നും ഇല്ല. അതാണ് ഒരു പ്രശ്നമില്ലേ. മോനെയും കൂടെ അവിടെ ചേർക്കാൻ പറ്റുമായിരുന്നു. LKG UKG ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ നമ്മുടെ BSF സ്കൂളിലാട്ടോ ചേർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മോനെ എണീപ്പിക്കാനുള്ള സമയമായി. ഞാൻ അവൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു, ബുക്കും അതുപോലെ ഒരു ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. പക്ഷേ ലഞ്ചൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എന്നേ ഉള്ളൂ. അതൊന്നും കഴിക്കുകയൊന്നുമില്ല, കൊണ്ടുപോകുന്ന പോലെ അങ്ങനെ തിരിച്ച് കൊണ്ടുവരും. പിന്നെ ആ മോനെയൊക്കെ എണീപ്പിച്ചു കേട്ടോ. 7:15 ഞാൻ അവനെ എണീപ്പിക്കാറ്. 7:15 ആവുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഏട്ടനുള്ള ചായ ഒന്നും കൂടെ അങ്ങോട്ട് തിളപ്പിച്ചിട്ട് ഏട്ടനെ പോയിട്ട് ആദ്യം വിളിക്കും. പിന്നെ ഏട്ടനാണ് അവനെ എണീപ്പിക്കാറ്. ഏട്ടൻ വിളിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മടിയില്ലാതെ എണീച്ചോളും. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി അതുപോലെ അവന് പറാട്ടയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ലോക്കി കറി ഉണ്ടാക്കി വെച്ചതിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കുറച്ച് കിവി ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ 2 ദിവസം കൊണ്ട് അങ്ങനെ കാര്യമായിട്ട് വെയിലൊന്നുമില്ല, വെയിലും ഇല്ല മഴയും ഇല്ല. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊന്നും അങ്ങോട്ട് നന്നായിട്ട് ഉണങ്ങുന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് അയൺ ചെയ്യുകയാണ്. നല്ലപോലെ അയൺ ചെയ്യേണ്ടി വരും. കാരണം മോൻ്റെ ആ ഒരു കോളറിൻ്റെ ആ ഒരു സൈഡിലും അതുപോലെ പാൻറ്റിൻ്റെ ഇടുപ്പിൻ്റെ ഭാഗത്തുമൊക്കെ ആയിട്ട് ഈർപ്പം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അയൺ ചെയ്യുകയാണ്. കുറേ നേരം അയൺ ബോക്സ് ഞാൻ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറേ നേരം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചൂട് കാരണം എന്തായാലും അത് ഉണങ്ങുമല്ലോ. ഇല്ലെങ്കിൽ വല്ല എന്താ പറയുക സ്കിൻ റാഷസും കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് കണ്ടേ. അപ്പോൾ ഞാൻ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ എന്താ പറയുക ടൈം ടേബിളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. മോനെ കുളിപ്പിക്കുന്നതും ബ്രഷ് ചെയ്യിപ്പിക്കുന്നതും അതുപോലെ ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നതും എല്ലാം ഏട്ടനായിരിക്കും കേട്ടോ. കാരണം അവർ നല്ല കൂട്ടാണ്. എനിക്ക് അവന് കുറച്ച് ഭക്ഷണം കൊടുത്താൽ മാത്രം മതി. പക്ഷെ അത് കഴിപ്പിക്കാനാണ് ഏറ്റവും പാടുള്ളത്. ഏട്ടൻ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഏട്ടൻ തന്നെ ആയിരിക്കും അവനെ ഭക്ഷണം കഴിപ്പിക്കുന്നതും എല്ലാം. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ ഏട്ടന് ഓഫീസിൽ പോകണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് ഞാനായിരിക്കും കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള എന്ന് വെച്ചാൽ സ്കൂളിൽ പോകാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് ഞാൻ ചെയ്യുക. അവൻ്റെ ഡ്രസ്സ് എടുത്ത് വയ്ക്കുന്നത്, അവൻ്റെ എന്താ പറയുക ബാഗും അതുപോലെ അവൻ്റെ ലഞ്ച് ബോക്സ് എടുത്ത് വയ്ക്കുന്നത്, അതുപോലെ അവൻ്റെ സ്കൂളത്തെ ഹോംവർക്കൊക്കെ ചെയ്യുന്നതും ഒക്കെ ഞാനാണ്. അപ്പോൾ ഇനി പെട്ടെന്ന് അവനുള്ള കഴിക്കാനൊക്കെ എടുത്ത് വയ്ക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കിവി അതുപോലെ കുറച്ച് പാലും അതുപോലെ ഒരു റൊട്ടിയും കൂടെ കൊടുക്കാമെന്നാണ്, റൊട്ടിയല്ല പറാട്ടയും കൂടെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവൻ പറാട്ടയൊന്നും അങ്ങനെ രാവിലെ കഴിക്കുകയൊന്നുമില്ല. അവൻ അധികം മിൽക്കൊക്കെ ആട്ടോ കഴിക്കാറ്. അപ്പോൾ ആയിട്ട് അവനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പാലും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പാല് എന്ന് വെച്ചാൽ ചൂടുള്ള പാലാകുമ്പോഴില്ലേ പെട്ടെന്ന് ചപ്പാത്തി സോഫ്റ്റായി കിട്ടുമല്ലോ. അപ്പോൾ കഴിക്കാനും നല്ല എളുപ്പമാണല്ലോ. അതുകൊണ്ട് ഞാൻ ആ ഒരു നേരത്താട്ടോ പാലെടുത്ത് ചൂടാക്കിയത്. പിന്നെ കുറച്ച് കിവി ഉണ്ടായിരുന്നു, അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കിവിക്ക് 30 രൂപയാട്ടോ. അപ്പോൾ ഒരു 4 പീസ് കിട്ടി. അപ്പോൾ 4 പീസിന് 120 രൂപയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. കിവിക്കൊക്കെ നല്ല വിലയാട്ടോ. പിന്നെ മോനെ റെഡിയാക്കി അവന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഞാനും ഏട്ടനും മോനും ഫ്രണ്ടിൽ പോയിട്ടുണ്ടായിരുന്നു, സ്കൂട്ടിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇന്ന് സിസ്റ്റർക്ക് നൈറ്റ് ഡ്യൂട്ടി ആയത് കാരണം സിസ്റ്റർ പതുക്കെ എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനും ഏട്ടനും കൂടെ കൊണ്ടുപോയി വിടാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഒരാളെയൊക്കെ കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, 2 പിള്ളേരൊക്കെ ഉള്ളപ്പോൾ അത് പാടല്ലേ. കാരണം പിള്ളേർ വല്ല താഴെ വീഴും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവില്ലേ വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് പേടിയാട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുമ്പോൾ എന്താ പറയുക 2 പേരും കൂടെ പോയിട്ടാണെങ്കിൽ കൊണ്ടയാക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ കൊണ്ടയാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴി കുറച്ച് എന്താ പറയുക വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജീലും അതുപോലെ നമ്മുടെ ക്യാമ്പിൻ്റെ ഏരിയയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ജീലിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇഷ്ടം പോലെ താമരപ്പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്ന സമയം കേട്ടോ. നല്ല രസമാണേ കാണാൻ. പക്ഷേ എനിക്ക് അങ്ങോട്ട് എന്താ പറയുക പോയിട്ട് താമരയൊന്നും പറിക്കാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം ജീല് മൊത്തം അവർ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണെ അങ്ങോട്ട് കിടക്കാതിരിക്കാനും വേണ്ടിയിട്ട്. പക്ഷെ നല്ല രസമായിട്ട് അവിടെ കാണാൻ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക എപ്പോൾ അങ്ങോട്ട് പോവുകയാണെങ്കിലും ഇങ്ങനെ നോക്കി പോവും. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ക്യാമ്പിൻ്റെ ബാക്കിൽ പോയി കഴിഞ്ഞാലും നമുക്ക് താമരപ്പൂവൊക്കെ പറിക്കാനൊക്കെ പറ്റും. പക്ഷേ ആരും അങ്ങനെ അങ്ങോട്ട് പോകാതെ കാരണം ഭയങ്കര പേടിയായിട്ടോ അങ്ങോട്ട് പോകാൻ. ഞാൻ അങ്ങനെ ഒറ്റയ്ക്കൊന്നും ആ ഒരു ജീലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോവാറേ ഇല്ലേ. അപ്പോൾ ഞാൻ വേഗം വീട്ടിലേക്ക് വന്നപ്പം വേഗം ഉപ്പേരിക്കുള്ളത് റെഡിയാക്കിയിട്ടോ. ഞാൻ ആദ്യം കോവയ്ക്ക് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച ഏട്ടൻ പറഞ്ഞു കോവയ്ക്ക് ഉരുളക്കിഴങ്ങ് കൂടെ വെച്ച് നോക്കുക നന്നായിരിക്കും എന്ന് പറഞ്ഞേ. അപ്പോൾ എന്തായാലും ഞാനിതെടുത്ത് അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവുമോ
നന്നായി വരുമോയെന്നൊന്നും അറിയില്ല കേട്ടോ. എൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറച്ച് പാത്രം കഴുകാണ്ട്, അപ്പോൾ അതൊക്കെ വേഗം കഴുകുവാണ്. ഏട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏട്ടൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പെട്ടെന്ന് റെഡി ആയിട്ടൊന്ന് എന്താ പറയുക പുറത്ത് പോകണമെന്ന് വിചാരിക്കും. പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ്, ഒന്ന് RCT ചെയ്യാൻ വേണ്ടി പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ അടുക്കളയത്തെ അത്യാവശ്യം പരിപാടി കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചൺ ഇങ്ങനെയാട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ഏട്ടൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കലോ അടിക്കലും തുടക്കലോ അതുപോലെ ഡ്രസ്സ് അലക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പുറത്ത് പോയി നോക്കിയപ്പോൾ മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും ഉണങ്ങാനൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലത്തെ ഡ്രസ്സ് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് റെഡി ആയിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനേ. അപ്പോൾ ഞാൻ വേഗം റെഡിയാകാൻ പോവുകയാണ്. പുറത്ത് നല്ല കാലാവസ്ഥയൊന്നും അല്ല. എനിക്ക് വെയിൽ വരുമോ വരില്ലയോ ഒന്നും അറിയില്ല. എന്തായാലും വരുവാണെങ്കിൽ നന്നായിരുന്നു. കാരണം എൻ്റെ കുറേ തുണിയുണ്ട് കേട്ടോ. ഇന്നലത്തെ തുണിയുണ്ട്, അതുപോലെ ഇന്നും ഞാൻ തിരുമ്പിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങാനിടണമെങ്കിൽ എന്തായാലും വെയിൽ വന്നാലേ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി കഴിഞ്ഞപ്പോഴാട്ടോ വെയിൽ വന്നത്. അപ്പോഴാണെങ്കിൽ നല്ല വെയിലും ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, എന്നാൽ പിന്നെ തുണിയും കൂടെ ഇട്ടിട്ട് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പോയ പോലെ തന്നെ എനിക്ക് തിരിച്ചു വരേണ്ടി വന്നേ. കാരണം ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു പണി നടന്നില്ല കേട്ടോ. RCT ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വീഡിയോ എടുത്ത് വൈകിട്ട് ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് വീഡിയോ എടുത്തത്. നമ്മുടെ TCPയിലുള്ള സബ്ജി മാർക്കറ്റിലേക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല പച്ചക്കറി കിട്ടും, നല്ല ഫ്രഷ് പച്ചക്കറിയും കിട്ടും. അത് മാത്രമല്ല നല്ല വിലക്കുറവിലും കിട്ടും. രാത്രി മാർക്കറ്റ് ആയതുകൊണ്ട് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഫാമിലി ആയിട്ടൊന്നും എപ്പോഴും പോകാനൊന്നും പറ്റില്ല. ഫ്രീ ആയിരിക്കുന്ന സമയത്തായിട്ട് തന്നെ അങ്ങനെ ഇടയ്ക്കൊക്കെ ഞങ്ങളെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അധികം പച്ചക്കറിയൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ബുധനാഴ്ച ആയിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മോൻ പറഞ്ഞുകൊണ്ട് മാത്രമായിട്ട് ഞങ്ങളെ കൊണ്ടുപോയത്. മോൻ പറഞ്ഞു മോന് പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആയിട്ടും വെറുതെ ഞങ്ങളെ കൂട്ടിയിട്ട് പോയതാണ്. അപ്പോൾ അതാ നല്ല തിരക്കൊക്കെയാണ്. റോഡ് മൊത്തം പശുക്കളും ആൾക്കാരും അതുപോലെ വണ്ടികളും ഒക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. ചീപ്പോ പറഞ്ഞിട്ടാണ് വണ്ടികളൊക്കെ പോകുന്നത്. അത് മാത്രമല്ല നമ്മുടെ ക്യാമ്പിത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെ തൊട്ടടുത്തുള്ള ഇങ്ങനെയൊക്കെയുള്ള സബ്ജി മാർക്കറ്റിലേക്കായിരിക്കും കേട്ടോ പച്ചക്കറിയൊക്കെ മേടിക്കാൻ വരിക. കാരണം എല്ലാവരും ഇതുപോലെ കുടുംബമൊക്കെ വെച്ചിട്ടുള്ളവരൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ക്യാമ്പിലുള്ള എല്ലാവരും ഇതുപോലെ പുറത്ത് ഇവിടേക്ക് വന്നിട്ടാണ് പച്ചക്കറി മേടിക്കാൻ. നമുക്ക് ക്യാമ്പിനകത്തൊന്നും അങ്ങനെ പച്ചക്കറിയൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിലക്കുറവിൽ നമുക്ക് പച്ചക്കറിയൊക്കെ മേടിക്കാനും പറ്റും. പിന്നെ ഏട്ടനും മോനും കൂടെ ഇന്നലെ കിളിക്കുഞ്ഞുങ്ങളെ നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ നേരത്തെ കിളിക്കുഞ്ഞുങ്ങളൊക്കെ പറന്നു പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് രണ്ടാമതിട്ട് കിളിക്കുഞ്ഞുങ്ങളാണ്, രണ്ടാമത് മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതാ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വായൊക്കെ പൊളിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു എന്നൊക്കെ കേട്ടോ ഏട്ടൻ പറഞ്ഞ. അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ. എൻ്റെ ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ. അത് മാത്രമല്ല നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെ ബായ്.